ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 2K ആവുന്നതിന് മുന്നേ ഒരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിന്നേഴ്സ് ആരാന്നൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1K ആയ മുതൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഒക്കെ കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. 2K ആയതിൻ്റെ അന്ന് ഞാൻ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കൂടി പ്രിൻ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്നൊരു ജേർണൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഗിവ് അവേ വിന്നേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. നമ്മുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 6 സബ്സ്ക്രൈബേഴ്സിനെയാണ് വിന്നേഴ്സായിട്ട് തിരഞ്ഞെടുക്കാൻ പോണത്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നവരെയാണ് വിന്നേഴ്സായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ ചിലരൊക്കെ ആ ഒരു വീഡിയോസിൽ മാത്രം കമൻറ്റ് ഇട്ടിട്ട് പിന്നെ കമൻ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നവരെയാണ് വിന്നേഴ്സായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണത്. ഓരോ വിന്നേഴ്സിനെയും സ്ക്രീനിൽ കൊടുക്കാം. അവരെത്ര കമൻറ്റ് ഇട്ടു എന്നുള്ളതും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അജ്ന ആജൂസാണ് ഒരു വിന്നർ. അപ്പോൾ അജ്ന ആജൂസ് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ടോപ്പ് കമൻറ്ററാണ്. 100+ കമൻറ്റ്സ് ആട്ടോ ചാനലിൽ ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് വിന്നർ അനിമ KK ആണ്. അപ്പോൾ അങ്ങനെ തന്നെയാണോ ആളുടെ നെയിം എന്ന് അറിയില്ല. അപ്പോൾ ഇവരും 100+ കമൻറ്റ്സ് ആണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് വിന്നർ വ്ളോഗ് ബൈ റിംനയാണ്. 41 കമൻറ്റ്സ് ആണ് ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് വിന്നർ അൻഷിഫ ഷാൻ 33 കമൻറ്റ്സ് ആണ് ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റാറ്റസ് വീഡിയോ എന്നുള്ളൊരു ചാനലിൽ നിന്നാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. 29 കമൻറ്റ്സ് ആണ്. സുമി സേഫ് എന്നാണ് നെയിം കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വിന്നർ ജസിയ നസീബാണ്. അവർ 25 കമൻറ്റ്സ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഗിവ് അവേ വിന്നേഴ്സ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റഗ്രാം ID ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കമൻറ്റ് ഇട്ട ഒരുപാട് പേർക്ക് ഗിവ് അവേ കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നവരെയാണ് സെലക്ട് ചെയ്യാമെന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഇനിയും നമ്മുടെ ചാനലിൽ 5K ആകുമ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. 5K ആവുന്നത് വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്നവരെ ആവും നമ്മൾ വിന്നേഴ്സായി സെലക്ട് ചെയ്യുക. വിന്നേഴ്സിന് അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് 12 പൊല്ലോഡ്സാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ 5K ഗിവ് അവേ ഇതിലും വലിയ ഗിഫ്റ്റൊക്കെ ആവും നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഓരോ വീഡിയോസിലും കമൻറ്റ് ഇട്ട് തുടങ്ങിക്കോളൂ. പിന്നെ കൂടുതൽ കമൻറ്റ്സൊക്കെ വീഡിയോസിൽ വരികയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ടോപ്പ് കമൻറ്ററി നമ്മൾ സെലക്ട് ചെയ്യും. അത് കൂടുതൽ കമൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിലാണ് അങ്ങനെ സെലക്ട് ചെയ്യുക. ഓരോ മന്തിലും ഏറ്റവും കൂടുതൽ വീഡിയോസിൽ കമൻറ്റ് ഇടുന്ന ഒരാളെ ആവും സെലക്ട് ചെയ്യുക. ജേർണലിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കമൻറ്റ് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1K ആയ മുതലേ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഒക്കെ കിട്ടിയോ എന്നുള്ളതൊക്കെ. അതുപോലെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർ തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് കിട്ടിയോ എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് ഏർണിങ്സ് കിട്ടുന്നതെന്ന് പറഞ്ഞു തരാം. എനിക്കറിയാവുന്നത് വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത്. ചിലരൊക്കെ വിചാരിച്ചിട്ടുള്ളത് സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചിട്ടൊക്കെയാണ് ഏർണിങ്സ് കിട്ടുന്നത് എന്നാണ്. കാരണം ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിന് എത്രയാണ് കിട്ടുക എന്നുള്ളതൊക്കെ. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചിട്ടല്ല ഏർണിങ്സ് കിട്ടുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുക. മോണിറ്റൈസേഷൻ ആയിട്ട് കഴിഞ്ഞാലാണ് ചാനലിൽ ഡോളർ കയറാൻ തുടങ്ങുക. ഈ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം വീഡിയോസിലൊക്കെ എത്ര വ്യൂവേഴ്സ് ഉണ്ട് ആ വ്യൂവേഴ്സിനനുസരിച്ചിട്ടാണ് നമുക്ക് ഡോളർ കയറാൻ തുടങ്ങുന്നത്. വ്യൂവേഴ്സിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡോളർ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ $100 കംപ്ലീറ്റ് ആയാലാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ആളുകൾ കാണുന്നതിനനുസരിച്ച് നമുക്ക് ഡോളർ കയറാൻ തുടങ്ങും. ആ ഡോളർ കയറുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണും. ഓരോ മാസത്തിലെ ഏർണിങ്സും ഗൂഗിൾ ആഡ്സെൻസിലേക്ക് മാറും. എന്നിട്ട് $100 കംപ്ലീറ്റ് ആയാലാണ് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് കിട്ടിയിട്ടില്ല. എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലും അതുപോലെ തന്നെ ആഡ്സെൻസ് അക്കൗണ്ടിലും ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ $100 കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ഇടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് $100 കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഞാൻ ഡെയിലി വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. $100 കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ $100 കംപ്ലീറ്റ് ആയാൽ എന്തായാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഏർണിങ്സ് കിട്ടിയാൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബിൻ്റെ ഏർണിങ്സിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ചാനൽ ഇത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു പിങ്കിൽ വരുന്ന ഗ്രിഡ് വാൾപേപ്പറാണ് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ 2K ആയപ്പോൾ എടുത്തിട്ടുള്ള 2 സ്ക്രീൻഷോട്ടുകളാണുള്ളത്. നമ്മൾ ലൈഫിൽ നടക്കുന്ന ഇതുപോലെ ചെറിയ അച്ചീവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ജേർണലൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് അത് എടുത്ത് നോക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് സന്തോഷമാവും. ഇത് മാത്രമല്ല നമ്മളെ ലൈഫിൽ നടക്കുന്ന ഓരോ മെമ്മറീസും ഞാൻ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ജേർണൽ വീഡിയോസൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോസൊക്കെ കാണാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജേർണൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യുക. നമുക്ക് പിക്ചേഴ്സൊക്കെ വരയ്ക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചാനൽ ഇതാ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും കൂടി ചെയ്യുക.